ഇവിടെ ആണെങ്കിലുള്ളൂ ഇവക്ക് ഒരാഴ്ച സ്കൂൾ അവധിയായിരുന്നു. അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്നൊന്നും പുറത്തിറങ്ങാനേ പറ്റിയില്ല. കാര്യം എന്തായിരുന്നു? ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി വെട്ടമൊക്കെ അടിച്ചപ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് കറങ്ങിയിരുന്നപ്പോൾ എന്നെക്കൊണ്ട് പൈത്തനെ കാണണം. നാട്ടിൽ തന്നെ ഒരു പാമ്പ് അടുത്തൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. അന്നേരം ഇവള് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പൈത്തനെ കാണണം, അതിനെ കാണണം, ഇതിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. സത്യമായിട്ട് നീ അവിടെ പോയിട്ട് നീ അതിനെ തൊട്ടില്ലെങ്കിൽ എനിക്ക് പേടിയാട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ പൈത്തൻ എന്ന് പറയുന്ന സംഭവം ആരെയും കടിക്കത്തില്ല എന്നൊക്കെ പറയുന്നത്. എന്നിരുന്നാൽ പോലും പാമ്പല്ലേ, പാമ്പിനെ കാണുമ്പം തന്നെ നമ്മുടെ ഒരു മേല് പെരുക്കും. അപ്പോൾ ഈ പാമ്പിനെ കാണുമ്പോൾ തന്നെ എനിക്കിഷ്ടമല്ല, എൻ്റെ ദേവനെ കാണുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മേല് പെരുക്കും. അതിനെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മുടെ ദേഹം എല്ലാം ഒരു മതിരിയാവും. നീ അവിടെ പോയിട്ട് നീ ടച്ച് ചെയ്തില്ലെങ്കിൽ ടച്ച് ചെയ്യുമോ ഇല്ലേ? ടച്ച് ചെയ്യും. ഭയങ്കര കോൺഫിഡൻസിലൊക്കെ പോകുന്നുണ്ടോ. ഫുള്ള് ഇരുന്ന് പൈത്തൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വീട്ടിൽ പൈത്തനെ മേടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വീട്ടിൽ ഇരിക്കാൻ സമ്മതിക്കാതെ കൊണ്ടുപോവുക. എനിവേ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം, നമുക്ക് പൈത്തനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ മതിയാ? അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇതിനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അവർ തരുമോ ഇല്ലയോ എന്ന് അറിയാം നമുക്ക് തൊടാനായിട്ടൊക്കെ. എനിവേ അങ്ങോട്ട് പോയി നോക്കാം, ഒന്ന് റിക്വസ്റ്റൊക്കെ ചെയ്ത് നോക്കാം അവരുടെ അടുത്ത്. ഓക്കെ, അപ്പം ജസ്റ്റ് പോകാം നമുക്ക്. ഓക്കെ അതൊക്കെ നമുക്ക് പിന്നെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പൈത്തനെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ പൈത്തനെ കാണാൻ അങ്ങോട്ട് പോയാലോ. ഇപ്പോൾ നമ്മൾ താണ്ടി ഗ്ലോബൽ ജെക്കോസ് എന്നുള്ള ഈ ഒരു എന്താ പറയുന്നത് റെപ്റ്റൈൽ ഷോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം വീഡിയോ എടുക്കാൻ പറ്റുമില്ല എന്നൊക്കെ ഉള്ളത്. Here is a frog, lot of frogs, you see. Oh my goodness, are they poisonous? They are not poisonous. If there is poisonous, they are not selling. It's a nice one, you know. They are. Are you allowed to touch them? No, they are not. You didn't touch the snake. I want to touch it. I did touch the snake. Not snake in a bottle. Did not touch. I did. If you touch one time, I will buy definitely. Okay, fine. Sure. You ask him. Any other questions at all? Get out. Do they bite it? Oh, They're pretty friendly. Touch time. No, don't worry. Just I don't want to go into I don't think you're ready for a snake just yet. Maybe a few more years. Yeah. Maybe when you're a little bit older. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൾ അവിടെ പോയിട്ട് പേടിച്ച് മാറിയിരുന്നു. ഞാൻ അവളൊന്ന് ടച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ അവരധികം പ്രൊമോട്ട് ചെയ്യത്തില്ല കേട്ടോ. പിന്നെ അവർ നമ്മൾ കുറച്ച് ബ്രൗഷറൊക്കെ മേടിച്ചു തന്നു, ഇതിനെ വളർത്തുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ മേടിച്ച് തന്നു. നമുക്ക് ആക്ച്വലി വീട്ടിൽ സിമ്പിളായിട്ട് വളർത്താന്നേ ഉള്ളൂ. ഞാൻ അതിനെ കൈ കൊണ്ടൊക്കെ എടുത്ത് നോക്കി. അന്നേരം പിന്നെ അതിൻ്റെ ഫീഡും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ നമ്മുടെ തരുണി മണിക്ക് ഇഷ്ടമാണോ പാമ്പിനെ വീട്ടിൽ വളർത്താനായിട്ട്? അതെ. സോ നമ്മുടെ തരുണി മണി not allow us to buy any pets. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജസ്റ്റ് എന്താ പറയുക വീട്ടിൽ നമ്മൾ അക്വേറിയം മാത്രമാക്കി മാറ്റിയത്. അപ്പോൾ എനിവേ ഒരു കുഞ്ഞു വീഡിയോ, ഒരു കൂടുതലും കാര്യങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ. വീഡിയോസ് അധികം എടുക്കാൻ പറ്റില്ല, കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തേ ഉള്ളൂ. അവിടെ കൂടുതൽ എല്ലാ റെപ്റ്റൈൽസും ഉണ്ട്, തവള, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്, ലിസാർഡ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു വലിയ സ്നേക്ക് ഒക്കെ ഉണ്ടായിരുന്നു, അവരതൊക്കെ കാണിച്ചു. ബട്ട് വീഡിയോ അധികം എടുക്കാൻ പറ്റില്ല. എനിവേ പോവാം നമുക്ക് വീട്ടിലോട്ട്. Yes, and guys, after he discussed with my mommy, and if she says yes and we convince her to, we might get it. എങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പൊ നീയാണ് കൺവിൻസ് ചെയ്യാനുള്ളത്. ഓക്കെ, and I'm convincing my teacher to get a pet. പിന്നെ അതിന്റെ ഫ്രോസൺ ഫുഡ് ഉണ്ട് കേട്ടോ, ചെറിയ എലിയുടെ ഒക്കെ ഫ്രോസൺ ഫുഡ് ഉണ്ട്. അത് നമുക്ക് മേടിച്ചിട്ട് വീക്കിലി ഒരു വട്ടം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. 12 പൗണ്ട് സംതിങ് ആണ്, ഒരു 10-12 വരുന്ന പാക്കറ്റിന് സംതിങ്. അത് മേടിച്ചിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. എനിവേ നോക്കാം. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. Yes, and when they get bigger, you have to feed a medium size. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് നമുക്ക് തരുണി മണിയായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ബൈ.